Hello, my dear children. Welcome to our classroom. How are you doing? Okay, come on children, let's go through poets and pancakes right now. നമ്മൾ ഇതിലെ മെയിൻ പോയിൻറ്റ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് നോക്കാൻ പോകുന്നത്. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതിവ് പോലെ പോർഷൻ ദ ചാപ്റ്റർ വായിക്കുക. 2 പ്രാവശ്യമെങ്കിലും മിനിമം വായിക്കണം. അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണോ മനസ്സിലായത് അത് എഴുതുക. ഇത്രയും നിങ്ങൾക്ക് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഡോണ്ട് വറി അബൌട്ട് എക്സാം. ഓക്കെ, നിങ്ങൾക്ക് അതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ നിങ്ങളിത് ചെയ്യണം, ചെയ്യാതെ പറ്റില്ല. ഓക്കെ, സോ സമയം കളയേണ്ട, നമുക്ക് വേഗം മെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സിന് മുന്നേ ഇൻട്രൊഡക്ഷൻ പറയണം. സോറി, അത് ഞാൻ വിട്ടുപോയി. ഇൻട്രൊഡക്ഷനിലൊന്നുമില്ല. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് മെയിൻ പോയിൻറ്റ്സ് വായിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരേഷനാണ്. അശോകമിത്രൻ എന്ന് പറയുന്ന റൈറ്റർ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് നറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്റ്റോറിയോ ഒരു ഫിക്ഷനോ അല്ല. ഓക്കെ, അപ്പോൾ ഈ നരേഷനിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ജെമിനി എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസുകൾ, അനുഭവങ്ങൾ, രസകരമായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻസുകൾ നറേറ്റ് ചെയ്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. അത് വായിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്താ പറയുന്നത്? ദ ഓഥർ ഡിസ്ക്രൈബ്സ് ദ വർക്കിംഗ് കൾച്ചർ, ദ പീപ്പിൾ, ദ വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ജെമിനി സ്റ്റുഡിയോസ് ഇൻ മദ്രാസ്. പെർട്ടിക്കുലർലി ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഹെഡ്ലൈനായിട്ട് കണക്ട് ചെയ്ത് നോക്കിയ പോയറ്റ്സ് ആൻഡ് പാൻകേക്സ്. പോയറ്റ്സ് ഓഫ് കോഴ്സ് റൈറ്റേഴ്സ് ആൻഡ് പാൻകേക്സ് ഇറ്റ്സ് പാൻകേക്ക് പറഞ്ഞാൽ ഒരു മേക്കപ്പ് ബ്രാൻഡ് ആണ്. അപ്പം മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റും, അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ വിസിറ്റ്സ് ഓഫ് MRA ആൻഡ് ദ ഇംഗ്ലീഷ് പോയറ്റ് സ്റ്റീഫൻ സ്പെൻഡർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോയറ്റ്, കാലഘട്ടത്തിലെ ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ഹൈഫൈ ആയിട്ടുള്ള സ്റ്റീഫൻ സ്പെൻഡർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വിസിറ്റ്, അതും ഇതിൽ പറയുന്നുണ്ട്. ഓൾസോ ഡിസ്ക്രൈബ്ഡ് വിവിഡ്ലി ബൈ അശോകമിത്രൻ. ഹി വാസ് ഹിംസെൽഫ് എ വിറ്റ്നസ് ടു ഓൾ ദീസ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് സിമ്പിളാണ് ആക്ച്വലി, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ മെയിൻ പോയിൻറ്റ്സ് ഒന്ന് പറയാം, അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസറും പറയും. ഇത് നിങ്ങൾ കേട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ ഈ ലെസൺ, എന്നാൽ തീർന്നു. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ ഞാൻ പറയാറുള്ള പോലെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ മറക്കരുത്. എന്താണോ മനസ്സിലായത് അതൊന്ന് ജസ്റ്റ് റഫായിട്ടൊരു പേപ്പർ എടുക്കുക, പേൻ എടുക്കുക, ഇംഗ്ലീഷിൽ എഴുതുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ക്ലാസ്. ദെൻ നാളെ പോയി എക്സാം എഴുതാം. ഓക്കെ, മെയിൻ പോയിൻറ്റ്സ് നോക്കാം. The makeup room of the Gemini studio was in a building that used to be Lord Clive's stables. അപ്പോൾ അവരുടെ മേക്കപ്പ് റൂം എന്ന് പറയുന്നത് നമ്മുടെ ലോർഡ് ക്ലിവ്സ് ആരാണ്? ഫൗണ്ടർ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ? യെസ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേബിൾ പറഞ്ഞാൽ എന്താ? ഈ മറ്റേ കുതിരാലയം അല്ലേ, അതായിരുന്നു. The dazzling incandescent lights trapped the men in fairy misery. The makeup department comprised people coming from many states. It was a real example of national integration. അതായത് ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ റിയൽ എക്സാമ്പിൾ ഓഫ് നാഷണൽ ഇൻറ്റഗ്രേഷൻ. ദ ചീഫ് മേക്കപ്പ് മെൻ were engaged for the hero and heroine. The senior assistant was for number 2, hero and heroine. There was a junior assistant makeup man for the main comedian. The office boy was responsible for the makeup of the crowd. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ചീഫ് മേക്കപ്പ് മാന് ആ സ്റ്റോറിയിൽ അല്ലെങ്കിൽ ആ ഇതിലെ മെയിൻ ഹീറോയ്ക്കും ഹീറോയിനും മേക്കപ്പ് കൊടുക്കുന്ന ആളാണ്. പിന്നെ ഒരു നെക്സ്റ്റ് സെക്ഷൻ, ഒരു രണ്ടാമത്തെ സഹനടി എന്നുള്ള കാറ്റഗറിയിൽ വരുന്നവർക്ക് മേക്കപ്പ് കൊടുക്കുന്നത് സീനിയർ അസിസ്റ്റൻ്റ് ആണ്. പിന്നെയുള്ള കൊമേഡിയൻസിനൊക്കെ മേക്കപ്പ് കൊടുക്കുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. ലാസ്റ്റ് മൊത്തം ക്രൗഡിന്, അതായത് ഈ കൂട്ടം എന്തായാലും പറയുക, ആ സംഭവത്തിന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത് ആരാണ്? അതാണ് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള പാർട്ട്. നമ്മുടെ ഓഫീസ് ബോയ് ആണ്. ഈ ഓഫീസ് ബോയ് എന്ന് പറയുന്നത് വാസ് നോട്ട് എ ബോയ് ബട്ട് എ മാൻ ഇൻ ഹിസ് ഏർലി 40s. ഓഫീസ് ബോയ് എന്ന് പറയും, പക്ഷേ ഹി വാസ് എ മാൻ ഓഫ് 40 years, ഇൻ ഹിസ് ഏർലി 40s. ഹി എൻറ്റേർഡ് ദ സ്റ്റുഡിയോസ് ടു ബിക്കം എ സ്റ്റാർ ഹീറോ, ഡയറക്ടർ ഓർ സ്ക്രിപ്റ്റ് റൈറ്റർ ബട്ട് എൻഡഡ് അപ്പ് ആസ് ദ ഓഫീസ് ബോയ്. അപ്പോൾ ഓരോരുത്തരും, അതാണ് നിങ്ങൾ ഈ പാഠം വായിക്കും മനസ്സിലാക്കേണ്ടത്. ഓരോ ക്യാരക്ടറും ഓരോ ഈ ഓഥർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ആൾക്കാരുടെയും വരുന്നത് അതിൻ്റെ ഇൻറ്റൻഷൻ ഒരു ഹീറോ ആവുക, ഒരു റൈറ്റർ ആവുക എന്നുള്ളതാണ്. എന്നാൽ അവരൊക്കെ മറ്റു പല സംഭവങ്ങളിലാണ് എൻ്റെ. അപ്പം നമ്മുടെ ഓഫീസ് ബോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ സ്വപ്നം കൊണ്ട് വന്ന ആൾ അവസാനം എന്തായി? ഓഫീസ് ബോയ് ആയി. സുബു വാസ് number 2 ഇൻ ദ ജെമിനി സ്റ്റുഡിയോസ്. അനദർ ഗായ് ആണ് സുബു എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മൂപ്പറുള്ള ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, ഒരാളാണ്, സ്റ്റോറി അല്ലല്ലോ അല്ലേ. അപ്പം ജെമിനി സ്റ്റുഡിയോയിലെ ഒരു മെയിൻ ആളാണ്
ഈ സുബു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹി വാസ് എൻ അമേസിങ് ആക്ടർ ആൻഡ് എ ചാരിറ്റബിൾ സോൾ റെഡി ടു ഹെൽപ്പ് എവ്രി വൺ. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിലെ ഒക്കെ ഒരു ടീം വർക്കിലൊക്കെ ഒരാളുണ്ടായിരിക്കും, ആ പർട്ടിക്കുലർ പേഴ്സൺ. ശ്രദ്ധിച്ചിട്ടില്ല, എല്ലാവർക്കും ഏത് സമയത്ത് എന്ത് സഹായം ചോദിച്ചാലും ചെയ്യാൻ, അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു വല്ലാത്ത ത്രില്ല് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ സുബു. നിങ്ങൾ സിനിമയിലൊക്കെ അങ്ങനെ ഒരു അല്ല പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരാൾ. ഒരു പർട്ടിക്കുലർ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സിനിമ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ പിന്നെ ഇവൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരാളിനെ നിങ്ങൾക്ക് വലുത് പിക്ക് ചെയ്യാൻ പറ്റും. ഓൾറൗണ്ടർ ഓടി നടന്ന് എല്ലാവരെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരാളെ പിക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഉണ്ടായിട്ടില്ലേ അങ്ങനെ? അതാണ് നമ്മുടെ സുബു. ഹി വാസ് എൻ അമേസിംഗ് ആക്ടർ ആൻഡ് എ ചാരിറ്റബിൾ സോൾ റെഡി ടു ഹെൽപ്പ് എവ്രി വൺ. ദ ഓഫീസ് ബോയ് വാസ് ജെലസ് ഓഫ് സുബു. ഹി കൺസിഡേർഡ് സുബു ദ കോസ് ഓഫ് ഓൾ ഹിസ് വോസ് ആൻഡ് നെഗ്ലക്റ്റ്. അപ്പോൾ ഒരു ഓൾറൗണ്ടറാണ് സുബു. അത് ആ ഒരു സുബു അപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ കുറച്ച് സ്ഥാനം പിടിക്കുന്നത് നമ്മുടെ ഓഫീസ് ബോയ്ക്ക് അത്രണ്ട് പിടിക്കുന്നില്ല. എൻ്റെ എല്ലാ ഇതിനും കാരണവനാണോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. ദി ലീഗൽ അഡ്വൈസർ എ ലോയർ വാസ് ഓൾസോ എ പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സ്റ്റോറി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് ക്യാരക്ടറാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ, ലോയറാണ്. എനിവേ ഹി വാസ് എ ഡെഡ് വെയ്റ്റ്, ലോൺലി മാൻ ഓഫ് കോൾഡ് റീസൺ. ഹി വാസ് എ മിസ്ഫിറ്റ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അങ്ങനെ ഒരു തണുപ്പൻ ആണ് ആൾ. അങ്ങനെയും ഒരു ക്യാരക്ടർ നമുക്ക് കാണാം അല്ലേ? വീണ്ടും ഞാൻ എക്സാമ്പിളായിട്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കല്യാണം അല്ലെങ്കിൽ മറ്റുള്ള ഒരു എന്താ പറയുക ഒരു കോമൺ ഇവൻറ്റ്. ഒരാളുണ്ടാവും പേരിന് അങ്ങനെ ഇരിക്കും, വെറുതെ ഒരു ചെയർ എന്താ പറയുക ഒരു ചെയർ ഉപയോഗശൂന്യമാക്കാൻ വേണ്ടിയിട്ടും. The studios served as a host to MRA, a group of 200 persons. The MRA presented two plays in a highly professional manner. Their sets and costumes were copied for years. Stephen Spencer, an English poet, visited Gemini Studios. His visit was a total disaster. ആരാണ് വിസിറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം, സ്റ്റീഫൻ സ്പെൻഡർ ആണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ വിസിറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു എക്സാക്ട്ലി അവിടെ സംഭവിച്ചത്. There was so much communication gap that neither the English poet nor the audience knew what was happening there. അന്നത്തെ കാലത്തൊക്കെ ഇതാണ് എന്താ പറയുന്നത്, ഒപ്പേറ പ്ലേ അല്ലേ? The people at the studio were Khadi and worshipped Gandhi, but beyond that they had no political understanding or leaning. But the people at the studio were allergic to communism. They considered communists as godless people who created violence and unrest. Still some people do believe something അല്ലേ? അന്നത്തെ കാലത്ത് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ പാടില്ലാത്ത സംഭവമാണ്. ദ നറേറ്റർ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ് റീഡ് എ ബുക്ക്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബുക്ക് ദ ഗോഡ് ദാറ്റ് ഫെയിൽഡ്. വൺ ഓഫ് ദ എസ്സേയിസ്റ്റ് വാസ് സ്റ്റീഫൻ സ്പെൻഡർ. ഹി വാസ് ദ സെയിം ഇംഗ്ലീഷ് പോയറ്റ് ഹു ഹാഡ് വിസിറ്റഡ് ജെമിനി സ്റ്റുഡിയോസ് എഗോ. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു എസ്സേ വായിക്കുന്നത്. അതിൽ ഒരു എഴുത്തുകാരൻ സ്റ്റീഫൻ സ്പെൻഡറാണ്. ആൻഡ് ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് എ പോയറ്റ് ദാറ്റ് ഹാഡ് വിസിറ്റഡ് വൺസ് ഇൻ അവർ സ്റ്റുഡിയോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സിൽ വരുന്നത്. ഇനി നമുക്ക് previous year's question paper as usual നോക്കിയാലോ. What was the job of the narrator? Why did he appear to be doing nothing all the times? Why was the crofter so friendly and talkative with the peddler? ഈ ക്വസ്റ്റ്യന് CBSE 2012 വന്നതാണ്. അതിൻ്റെ ആൻസർ, അശോക മിത്രൻസ് ജോബ് ഇൻ ദ ജെമിനി സ്റ്റുഡിയോ വാസ് ടു കട്ട് ഔട്ട് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സ് ഓൺ എ wide variety of subjects. He was to store them in files. The people saw him doing nothing except tearing up newspapers day in and day out. Most people thought he was doing next to nothing. So actually നമ്മുടെ നെറേറ്ററിൻ്റെ ജോബ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്സ് കട്ട് ചെയ്യലാണ്. അപ്പോൾ ആൾക്കാർ കാണുന്നവരൊക്കെ എന്താ വിചാരിക്കുന്നത്, പുള്ളിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഈ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത് സമയം കളയുക എന്നുള്ള ഒരു തോട്ടാണെന്ന്. അപ്പോൾ മനസ്സിലായോ? യെസ്. Next question. Why did everybody in the studio think of giving the author some work to do? The question is from 2000 CBSE 2008. Everybody in the studio thought that the author did next to nothing. They used to see him sitting at his desk tearing up newspaper day in day out. So everybody thought of giving the author some work to do. It created a reaction. He appeared to be sitting idle and doing nothing. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ആൾ വെറുതെ ഇരിക്കുന്നപ്പോൾ എല്ലാവരും വിചാരിച്ച് കുറച്ച് പണി കൊടുക്കുകയെന്ന് അല്ലേ? Okay. Why did the boy in the makeup department come to the author? Why was the author praying for crowd
shooting all the time? Okay, it's a nice question. From CBSE 2008 again. The boy in the makeup department considered himself a great literary talent. He wanted to tell the author how his literary talent was allowed to go waste. That department was fit for barbers and perverts. The author wanted to avoid his epical description. He prayed for crowd shooting all time to keep the boy busy his work because the boy is too talkative അല്ലേ. അപ്പോൾ ഈ ബോറിംഗ് ടോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓതർ എപ്പോഴും ക്രൗഡായിട്ട് ബിസി ആയിട്ട് സ്റ്റുഡിയോ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വാസ് സുബുസ് എനിമി? വൈ? CBSE 2008. Even such a noble and charitable person like Subu had an enemy. The boy in the makeup department was the only enemy of Subu. By the way, the boy എന്ന് പറയുന്നത് റഷായി പറയണു. ആരെന്ന് മനസ്സിലായോ? The office boy, right? Yes, okay, you know. He was convinced that all his woes and neglects were due to Subu. The boy was jealous of Subu's rising stars and success in his intimacy with the boss. Got it? Yes. Next question. How was the Gemini Studio and the other Tamil plays influenced by the plays staged by MRA? How did the people of Madras and those at the Gemini Studio respond to plays staged by the Moral Rearmament Army? CBSE 2008. MRA presented two plays, Jotham Valley and The Forgotten Factor, in a highly professional manner. The Gemini family saw the play over and over again. The message was plain, but the sets and costumes were first rate. The studio and other Tamil plays were terribly impressed. They imitated scene of sunrise and sunset of Jotham Valley for years. This is what happened. Next question. What do you learn about the literary taste of the staff of Gemini Studio as far as English poetry was concerned? It's a very important question. CBSE 2012. The literary taste of the staff of Gemini Studio as far as English poetry was concerned was not very high. They were the people who made Tamil films, and their lives didn't afford them the possibility of cultivating a taste for English poetry. The simple Gemini staff only knew or heard of Wordsworth and Tennyson. The more literate ones knew of Keats, Shelley, or Byron. Only one or two of them might have heard the name ഓഫ് എലിയറ്റ്. ഇതൊക്കെ മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ മഹത്തായ പേരുകളാണ്. ഇവരെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവരെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What were the positive qualities of Subu that the writer admired? CBSE 2009. Subu was the number 2 at Gemini Studios. He gave a new direction and definition to the Gemini Studios during its golden years. He was a many-sided genius. He knew all the intricacies of film making. He was a good actor and a writer. He was social, friendly, and totally devoted to his boss, Mr. Vassal. But still, a man like Subu had an enemy. He was the office boy in the Gemini Studios. Okay, so these are the questions from previous year's question paper. ഞാൻ ഇതിനോട് കൂടെ തന്നെ I'll give you some more extra questions which is very important. It's mentioned as important questions. Okay, അതും കൂടി ഞാൻ തരുന്നതായിരിക്കും. അതും കൂടി നോക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ട് പിടിക്കണം. അപ്പോൾ ഈ ഇത്രയും ഇതുവരെയൊക്കെയുള്ള വീഡിയോ കേട്ടതിന് ശേഷം യു മസ്റ്റ് റീഡ് യുവർ ചാപ്റ്റർ പ്ലീസ് ആൻഡ് ദെൻ യു റൈറ്റ്. ഓക്കെ, അതിനുശേഷം ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ സ്വന്തമായിട്ട് എഴുതാൻ കിട്ടുമോ നോക്കി നോക്ക്. അതൊരു പ്രാക്ടീസ് ആയിട്ട് എടുത്ത് നോക്കുക. എത്ര സമയം പിടിക്കും? നോട്ട് മോർ ദാൻ ഹാഫ് അവർ, റൈറ്റ്? അത്ര ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഈ പാഠത്തിന് ചെയ്യാൻ പറ്റും. അത്ര നിങ്ങൾ ചെയ്താൽ മതി. യു ആർ റെഡി ഫോർ ടുമോറോ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ക്വസ്റ്റ്യൻ പോയറ്റ്സ് ആൻഡ് പാൻകേക്ക്. ഓക്കെ. Okay, got it. Very good. So let me wind up here. Let's do the exercise. See you next video. Thank you for hearing me. Bye bye.